നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്കൊരു കഥ കേൾക്കാം. അമ്മ പറഞ്ഞ കഥ. ഒരിക്കൽ ഭഗവാൻ ഗോപികളുമൊത്ത് യമുനയുടെ തീരത്തിരിക്കുകയായിരുന്നു. ഭഗവാന്റെ മധുരവചനങ്ങൾ കേട്ട് എല്ലാം മറന്നിരുന്ന ഗോപികളോട് ഭഗവാൻ ചോദിച്ചു, ദുഃഖങ്ങളും കഷ്ടതകളും വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഗോപി പറഞ്ഞു, ഭഗവാനെ, എൻ്റെ ദുഃഖങ്ങൾ മാറ്റിത്തരണേ എന്ന് ഞാൻ അവിടുത്തോട് പ്രാർത്ഥിക്കും. രണ്ടാമത്തെ ഗോപി പറഞ്ഞു, ഭഗവാനെ, നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കും. മൂന്നാമത്തെ ഗോപി പറഞ്ഞു, വേനൽ ചൂട് കഠിനമാണെങ്കിൽ അതോടൊപ്പം കാറ്റും കൂടി ഉണ്ടെങ്കിൽ ചൂടിൻ്റെ കാഠിന്യം അറിയുകയില്ലല്ലോ. അതുപോലെ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വന്നു ചേരുന്ന ക്ലേശങ്ങളൊന്നും നമ്മെ ബാധിക്കില്ല. എനിക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ശക്തി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും എന്ന് നാലാമത്തെ ഗോപി പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ടും രാധ ഒന്നും മിണ്ടിയില്ല. ഭഗവാൻ രാധയോട് ചോദിച്ചു, രാധേ, നീ എന്താ ഒന്നും മിണ്ടാതത്? കഷ്ടം വരുമ്പോൾ നീ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഉള്ളിൽ ഭഗവാനെ ധ്യാനിക്കും, ഭഗവാനെ ഉള്ളിൽ ഓർക്കും. അപ്പോൾ നീ ഒന്നും പ്രാർത്ഥിക്കാറില്ലേ? അങ്ങയുടെ രൂപം മനസ്സിൽ തെളിഞ്ഞു വന്നാൽ പിന്നെ ദുഃഖത്തിന് എവിടെയാണ് സ്ഥാനം? പ്രകാശം വന്നാൽ ഇരുട്ട് താനേ അകന്നു പോകുമല്ലോ. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടാകാറില്ല. ഒരു യഥാർത്ഥ ഭക്തൻ ജീവിത ക്ലേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. ഈശ്വരനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈശ്വര സമർപ്പണത്തിൽ അമ്മയുടെ മടിത്തട്ടിലെ കുഞ്ഞിനെ പോലെ അവൻ അല്ലലറിയാതെ കഴിയുന്നു. നമഃശിവായ. നമഃശിവായ.